അന്ന് MLA ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ മാനാഞ്ചിറ സ്ക്വയർ ഉണ്ടാക്കുന്നത്. മാനാഞ്ചിറ സ്ക്വയർ എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? അത് ഒരു നഗരത്തിന് എപ്പോഴും ഒരു ശ്വാസകോശം ഉണ്ടാവണം, അതായത് ഒരു ലങ്സ്, ഒരു ബ്രീത്തിങ്ങിന് പറ്റുന്ന, ഫ്രഷ് ബ്രീത്തിങ്ങിന് പറ്റുന്ന സ്ഥലം ഉണ്ടാകും. അതുകൊണ്ടാണ് ആ അത്രയും ഭാഗം മറ്റൊന്നും ചെയ്യാതെ വെറുതെ പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുള്ളത്. തീർച്ചയായും പരിസ്ഥിതി വളരെ വലിയ ഒരു വെല്ലുവിളിയായി, പ്രത്യേകിച്ച് നഗരത്തിൽ. ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഈ 2 ബസ് ബേകൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാന ബസ്സുകൾ അവിടെ ആളുകൾ ഇറക്കുകയും സിറ്റിയിലേക്ക് ബാറ്ററി ബസ്സുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പം നമുക്ക് എന്തായി, എയർ പൊല്യൂഷൻ ഇല്ലാതാക്കുക എന്നുള്ളത്. അതിന് പുറമെ എയർ പൊല്യൂഷൻ ഇല്ലാതാക്കാൻ പറ്റുന്ന എവിടെയൊക്കെ നമുക്ക് സ്ഥലമുണ്ടോ അവിടെയൊക്കെ ഗ്രീനറി. ഇപ്പോൾ ബീച്ചിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കുറേയൊക്കെ ഗ്രീനറി അവിടെ കൊണ്ടുവരാൻ. പൊല്യൂഷൻ ഫ്രീ സിറ്റി എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു മുദ്രാവാക്യം. കോഴിക്കോട് നഗരത്തെ മുഴുവനായി തന്നെ ഒരു ബ്രീത്തിങ് സിറ്റി ആക്കി, ഒരു ബ്രീത്തിങ് സ്പേസ് ആക്കി. അതായത് കേരളത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ശ്വാസകോശം അല്ലെങ്കിൽ കോഴിക്കോട് അതായിരിക്കണം കോഴിക്കോട്. ഉറപ്പായിട്ടും നമുക്ക് ടാറിങ്ങിന് പകരം പല ഏരിയാസിലും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പേവിങ് കൊണ്ടുവരാൻ പറ്റും. കാരണം ഈ റോഡുകളുടെ സൈഡിൽ, റോഡിൻ്റെ നടുവിലുള്ള മീഡിയനിലുകളോ എല്ലാം നമുക്ക് ഗ്രീനറി ആക്കാം, കൊണ്ടുവരാൻ പറ്റും. എല്ലാ അപ്പം തന്നെ ഈ പറയുന്ന എയർ പൊല്യൂഷൻ ഇത് അബ്സോർവ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ വലിയൊരു ഇടപെടൽ ആവശ്യമുള്ള. ജനങ്ങൾ അതിൽ വളരെ ബോധവാന്മാരാണ്. പണ്ട് ഇത് ബുദ്ധിജീവികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും മാത്രം പ്രശ്നമായിരുന്നു ഒക്കെ. അപ്പം എല്ലാവർക്കും അത് ബോധ്യമുണ്ട്, ആളുകൾ ഇതിനോട് സഹകരിക്കും, അവർക്കത് അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്.